ഗൾഫിൽ നിന്ന് അപ്പൻ വീട്ടിലേക്ക് വിളിക്കുക. ഫോൺ എടുത്തത് മകനാണ്. അപ്പൻ പറഞ്ഞു, മോനെ, അപ്പൻ്റെ ആധാർ കാർഡ് ഡയറിയിലിരിക്കുന്നുണ്ട്, അതെടുത്ത് ഒരു ലോണിന്റെ ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് ഒരാൾ വരും, കൊടുക്കണം. അവൻ സമ്മതിച്ചു. അലമാര തുറന്ന് ആ ഡയറി എടുത്ത് ആ ആധാർ കാർഡ് അവൻ എടുത്തു. അതിനിടയിൽ ആ ഡയറി പതുക്കെ ഒന്ന് മറച്ചു നോക്കി. കഴിഞ്ഞ തവണ അവധിക്ക് വന്നപ്പോൾ അപ്പൻ എഴുതി വെച്ച് പോയ ആ വാചകങ്ങൾ അവനെ കണ്ണുനീർ ആഴ്ത്തി. അപ്പൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കൊതിയുണ്ട്, ഈ പ്രവാസ ജീവിതം ഒന്ന് അവസാനിക്കണമെന്ന് കൊതിയുണ്ട്. പക്ഷേ ഓരോ വർഷവും നിർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ജീവിതത്തിന്റെ ഭാരങ്ങൾ കാണുമ്പോൾ, ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ആദ്യമൊക്കെ മക്കൾ സംസാരിച്ചിട്ട് അമ്മയ്ക്ക് സംസാരിക്കാൻ സമയമുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ മക്കൾക്ക് സമയമില്ല, ട്യൂഷനാണ്, തിരക്കാണ്, TV കാണണം എന്ന് പറഞ്ഞ് അവര് എന്നെ മാറ്റി നിർത്തും. കൊതിയുണ്ട്, അമ്മയെ സ്നേഹിക്കുന്നത് പോലെ എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നുവെങ്കിൽ, അമ്മയെ സ്നേഹിക്കുന്നത് പോലെ എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അമ്മയെ സ്നേഹിക്കുന്നത് പോലെ എന്നോട് തമാശ പറഞ്ഞിരുന്നെങ്കിൽ. കുഴപ്പമില്ല, മക്കള് അമ്മയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പന്മാരുടെയൊക്കെ ജീവിതം ഇങ്ങനെയായിരിക്കും. ഒരു അപ്പന്റെ കൊതിയാണ്. ഇതുപോലെ എൻ്റെ വീട്ടിലും കൊതിക്കുന്ന അപ്പന്മാരുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യാം. വീടിന്റെ മേൽക്കൂരയാണ് ഓരോ അപ്പന്മാരുമെന്നും മനസ്സിലാക്കുക. ആ മേൽക്കൂര മാഞ്ഞു പോകുമ്പോഴാണ്, അല്ലെങ്കിൽ മേൽക്കൂര ഇല്ലാതാകുമ്പോഴാണ്, ചോർന്നൊലിക്കുമ്പോഴാണ് ആ വീടിന്റെ അസ്വസ്ഥത നമ്മൾ മനസ്സിലാക്കുക. അത്രയും നാള് ഈ അപ്പൻ നിൽക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ടാകില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. കുറവുകൾ മാത്രമായിരിക്കും അമ്മമാരും മക്കളും അപ്പന്മാരെ കുറിച്ച് കാണുക. എന്നാൽ ഒരാളുടെ സാന്നിധ്യം ഇല്ലാതാകുമ്പോഴാണ് അവരുടെ പ്രസൻസ്, അവരുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കുക. ഉള്ളപ്പോൾ മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാൻ, അപ്പനെ ചേർത്ത് പിടിക്കാൻ, അമ്മയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ താലോലിക്കാൻ, ഒരു ഉമ്മ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പിതൃദിനത്തിൽ ഓരോ അപ്പന്മാരെയും ചേർത്ത് പിടിച്ച് പറയണം, അപ്പ, ഞാൻ അപ്പനെ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്ന് പറയാൻ മനസ്സ് മടുക്കാതിരിക്കട്ടെ. കല്ലറയിൽ കിടക്കുമ്പോഴല്ല ഐ ലവ് യു എന്ന് പറയേണ്ടത്, ഇപ്പോൾ പറയാൻ സാധിക്കട്ടെ. അങ്ങനെ സാധിക്കുമ്പോൾ ഈ പിതൃദിനം അനുഗ്രഹദായകമാവും.